എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ക്രൂസിന്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ആണെങ്കിൽ ഈ ഒരു കാർണിവലിന്റെ ക്രൂസിന് തന്നെയുള്ള പോട്ടാട്ടോ. അതുകൊണ്ട് ഒരൊറ്റ ഇതിനുള്ള ഇതേ ഉള്ളൂ. ഇഷ്ടംപോലെ പാർക്കിങ്ങും ഉണ്ട്. നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. ആ സമയം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം അവിടെ കാർണിവലും റോയൽ കരീബിയനും കുറേ ഷിപ്പുകൾ വരുന്ന കാരണം ഉണ്ടല്ലോ, നല്ല തിരക്കുമാണ്. വേറെ ദൂരെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടൊക്കെ വരണമായിരുന്നു. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ പോവാണ്. ആ കിടക്കുന്നതാണ് നമ്മുടെ ഷിപ്പ്. നമുക്ക് ഇതിനകത്ത് പോകുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് ബുക്കിംഗ് ടൈം എടുക്കാം, അല്ലെ ചെക്കിങ് ടൈം എടുക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ എടുത്തേക്കുന്നത് 12 വരെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അതിൻ്റെ അകത്ത് കയറി കഴിക്കാൻ പറ്റും. പിന്നെ പുറമേ നമ്മൾ ഫുഡ് മേടിച്ച് കഴിക്കണ്ട. അങ്ങനെ നമ്മൾ ലഗേജെല്ലാം അവിടെ കയറ്റി കൊടുത്തു. ഇനി നമ്മൾ സെക്യൂരിറ്റി ചെക്കും മറ്റേ വിസ വെരിഫിക്കേഷനും ഒക്കെ ആയിട്ട് ലൈനിൽ നിൽക്കുക കേട്ടോ. അങ്ങനെ ചെക്കിനും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി റൂമിലേക്ക് പോവാണ്. ഇതിലെ കാണാം, ഇതുപോലെ ഇങ്ങനെ ഒരു റാപ്പ് നമ്മൾ ഇതിനകത്തേക്ക് കയറണേ. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. ഇനി കുറച്ചും കൂടി നടക്കാനുണ്ട് കേട്ടോ. എന്നിട്ടാണ് അതിൻ്റെ മുകളിലെത്തണം. നമ്മളിതേ അവിടെ പാർക്ക് ചെയ്തു. അതിലിങ്ങനെ നടന്നു. പിന്നെ നമ്മളിതേ ഇപ്പോൾ ഓൾമോസ്റ്റ് വാതിക്ക് എത്താറായി. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫ്രണ്ട്. നമ്മൾ ഏകദേശം ഒരു മിഡിൽ പോർഷനിലായിട്ടാണ്, മിഡിലല്ല, ആ ഫ്രണ്ടിൽ തന്നെയാണ് കയറുന്നത് കേട്ടോ. നമ്മൾ ഷിപ്പിൻ്റെ അകത്ത് കയറിട്ടോ. ഇനി നമ്മൾ നമ്മുടെ മുറിയിലേക്ക് പോവാണ്. ബാഗൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടാവും. സ്റ്റെപ്പിൽ കയറി ഇറങ്ങി വന്നു. ഞങ്ങൾ എലിവേറ്ററിൽ കയറി പയ്യെ എത്തിയിട്ടുള്ളൂ. ഡെക്കിന് ഓരോ പേരുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഡെക്കിൻ്റെ പേരാണ് റിവിയേറ ഡക്ക്. റിവിയേറ ഡെക്ക്, ഡക്കല്ല ഡെക്ക്. ഒക്കെയാണ് റൂമിൻ്റെ ഡോറ്. എന്നാ തുറക്ക്. റൂം കീ നമ്മുടെ റൂമിൻ്റെ പുറത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. ഗ്രീൻ ലൈറ്റ് തെളിയുന്നു. ഈ പ്രാവശ്യം പോയപ്പം ഞങ്ങൾ സ്റ്റേറ്റ് റൂമാട്ടോ എടുത്തത്. ഇതൊരു ചെറിയ മുറിയാണേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബാൽക്കണിയൊക്കെ ആയിട്ട് വലിയ സ്യൂട്ടായിരുന്നു. പക്ഷെ ഇത് ഇവർക്ക് ബങ്ക് ബെഡ് കിട്ടിയില്ലേ? സന്തോഷായില്ലേ? ഭയങ്കര ഇതായിരുന്നു, ബങ്ക് ബെഡ് വേണമെന്നും പറഞ്ഞിട്ട്. ഇപ്പൊ സമാധാനായില്ലേ? ഓൾറെഡി കേറി. ഇതാണ് ബാൽക്കണി എടുക്കാത്ത കാരണം. ബാൽക്കണി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഡോറ് തുറന്ന് ശരിയാണെങ്കിൽ ഇവൻ പുറത്തായിരിക്കും. ഇപ്പൊ പെർഫെക്റ്റാ എന്തായാലും. കാരണം ബാൽക്കണിയിൽ കാര്യം ഇതൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ടേബിളും ചെയറും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്തേക്ക് കേറി പിള്ളേര് തള്ളി പോകാൻ വഴിയുണ്ട്. ഇതുങ്ങളെങ്ങാനും ഉലുക്കവഴ നമ്മുടെ തലയിലേക്ക് വീഴുവേട്ടേ. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ മുറി. പിന്നെ ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഇരുന്ന് എഴുതാനൊക്കെ ആയിട്ടൊരു കസേര പോലെ, 2 ബോട്ടിൽ ഓഫ് വാട്ടർ, നമുക്ക് ഏതെങ്കിലും സർവീസിന് വിളിക്കണമെങ്കിലുള്ള ഇൻ്റർകോം ഉണ്ട്. പിന്നെ സ്റ്റോറേജ്, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം, ഹാങ് ചെയ്യാം. ഇതിനകത്തും ഉണ്ട് ഒരു സ്റ്റോറേജ്. അത് രണ്ടും കോംപ്ലിമെൻ്ററി. ഓക്കെ, ഇത് രണ്ടും കോംപ്ലിമെൻ്ററി വാട്ടർ. എനിക്ക് അങ്ങനെ മനസ്സിലായത്. 475 കൊടുക്കണം ഇനി ഇതുപോലത്തെ ഒരെണ്ണോടി കിട്ടണമെങ്കിൽ. അപ്പം ഇത് രണ്ടുമാണ് സ്റ്റോറേജ്. അത്യാവശ്യം സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് വേറെ കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. ഇത് കണ്ടോ, നമുക്ക് ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഉള്ളത്. എല്ലാവർക്കും ഉണ്ടോ നോക്കിയേ. ഇനി ഇതിന് പോകണം. ചെറിയൊരു ലോക്കുണ്ട്. നമ്മൾക്ക് സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഒരു ലോക്കർ, ഡ്രോ. ഓക്കെ, ഇതാണ് നമ്മുടെ റെസ്റ്റ് റൂം സെക്ഷൻ കേട്ടാ. ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബാത്റൂം സെക്ഷൻ കേട്ടാ. ഇത്രേ ഉള്ളൂ റെസ്റ്റ് റൂം. ഇത്രയും ഒരു സ്ഥലം, വാഷ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം, പിന്നെ ഇതാണ് കമോഡ്. അങ്ങനെ അതെന്നാന്ന് വെച്ചാൽ നമ്മൾ എല്ലാരും അടുത്തുണ്ട്, ഒരു പ്രത്യേക ഫീൽ ആയിട്ടല്ലേ.
അത് കറക്റ്റാ പിള്ളേർക്കൊക്കെ. അതെ അതെ അതെ. മറ്റേത് നമ്മളൊരു ശരിക്കും ഒരു ഹോട്ടൽ റൂം പോലെ തന്നെ. അതെ, ബങ്ക് ബെഡ് ആയിട്ടുള്ളത് അപ്പൊ അതേതായാലും നന്നായി. ഇനിയിപ്പോ ഞങ്ങള് ഇവരെയൊക്കെ എങ്ങനെ ഇതിനകത്ത് കേറാതെ കയറ്റി ഇരുത്തും നോർത്താൻ നോക്കുന്നത്. പോണുതേ അതാണ്, ഇവൻ വലുതാവാതെ ബാൽക്കണിയുള്ള റൂം എടുക്കാൻ പറ്റില്ല. ഇത് വിൻഡോ ഇല്ലാത്ത റൂമാണ് ഏറ്റവും ബേസിക് റൂം. അപ്പോൾ നമുക്കൊരു ട്രാവലിംഗ് ഓണ ബഡ്ജറ്റ് ആണെങ്കിൽ ഇതുപോലത്തെ റൂം എടുക്കാം. പിന്നെ നമുക്ക് ലക്ഷറി കൂടുന്നതിനനുസരിച്ച് ഇത് പോവും. അപ്പം അങ്ങനെയൊക്കെയാണ് റൂമിന്റെ വിശേഷങ്ങൾ. നമുക്കിനി പയ്യെ ഭക്ഷണം കഴിക്കാൻ പോയാലോ? ഫുഡേ, ക്രൂസ് എന്ന് പറഞ്ഞാൽ ഫുഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്റെ പൊന്നെ, ഇതേണ്ട ഇതുപോലെ ഇങ്ങനെ പെട്ടി ഓരോന്നായിട്ട് വരും കേട്ടോ. ഞങ്ങളുടെ പെട്ടി ഇതുവരെ വന്നിട്ടില്ല. നമ്മളിനി ഭക്ഷണം കഴിച്ച് വന്നിട്ടാണ് പെട്ടിയൊക്കെ എടുത്ത് സെറ്റിലാവുന്നുള്ളൂ. 8 നമ്മുടെ പെട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള ആൾക്കാരിങ്ങനെ ഇതിനകത്ത് കൊണ്ടുവന്ന് റെഡിയാക്കി വെക്കും. അപ്പോൾ അങ്ങനെ ഡെക്ക് 8ലേക്കാണ് നമ്മളുടെ എന്താ പറയുന്ന ട്രയൽ ഉള്ളത്. എന്നാ പറയുന്നത്, സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവാണ്. ഈ ലഗേജിൻ്റെ ആൾക്കാർ ഇതിങ്ങനെ ബ്ലോക്ക് ചെയ്തേക്കുന്ന കാരണമുണ്ടല്ലോ, നമുക്ക് ഈ പറഞ്ഞ പോലെ എലിവേറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറി പോവുക. എന്നെ എടുക്കാമോ? ഇവിടെ എടുക്കുമോന്നൊക്കെ ചോദിച്ചാൽ ഓഫർ കൊടുക്കുന്നുണ്ട്. എന്നെ കുട്ടീനെ, ഇതേ ഇനിയുണ്ടല്ലോ എലിവേറ്റർ ഉണ്ടല്ലോ. പക്ഷെ എൻ്റെ പൊന്നിത് ആരൊക്കെ എടുത്തേക്കണേ. വിശപ്പിന്റെ ആധിക്യം കാരണം ഞങ്ങളുടെ പ്ലാൻ മാറ്റി. ഇനി ഫുഡ് അടിച്ചിട്ടുള്ളൂ, എന്ത് സേഫ്റ്റി ഇൻസ്ട്രക്ഷനും അതിനകത്തല്ല. ഇവിടെ 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 ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് എന്നൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. കുറച്ച് ചിക്കനും ഇതും ബുറീത്തോയും ഒരു പീസയും ആക്കും. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി ഞങ്ങളുടെ മാസ്റ്റർ സ്റ്റേഷനിലേക്ക് പോവാട്ടോ. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ സേഫ്റ്റി ഇത്, അത് ചെയ്യണം എന്നും പറഞ്ഞ് അവർ അനൗൺസ് ചെയ്തേ. ഷിപ്പിനെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ജാക്കറ്റ് മസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുറിയിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കൺഫേം ചെയ്യണം. എല്ലാ ആൾക്കാർക്കും ഉണ്ടോ, കറക്റ്റായിട്ട് എല്ലാം ബക്കിളുണ്ടോ, അത് ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ആട്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ടോ അവർ ലൈഫ് ജാക്കറ്റ് എങ്ങനെയാണ് ഇടണേ എല്ലാം പറഞ്ഞു തരും കേട്ടോ. അതാണ് ഈ ആക്ടിവിറ്റിയുടെ ഇത്. പിള്ളേർക്ക് എങ്ങനെ ഇരുത്തണ്ടേ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇതിവിടുത്തെ ഒരു ഹോളാണ്, ആക്ടിവിറ്റീസൊക്കെ നടത്തുന്ന ഹോളാണ്. അതായത് പരിപാടികളൊക്കെ ഇവിടെ ആയിരിക്കും. ഒരു ഓഡിറ്റോറിയം സെറ്റപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗസ്റ്റ് സർവീസിൽ പോയിട്ട് നമുക്ക് വൈഫൈ ഇത് മേടിക്കാനാട്ടോ. നമുക്ക് പോയി ചോദിച്ചു നോക്കാം എങ്ങനെയാണ് വൈഫൈ കിട്ടണേന്ന്. ഷിപ്പിൻ്റെ അകം മൊത്തം എങ്ങനെയാട്ടോ. സൈറൻ മുഴങ്ങി. അതാണ് നമ്മുടെ ഷിപ്പ് പോവുക എന്നുള്ളതിൻ്റെ സൈറനാട്ടോ നിങ്ങളാ കേട്ടത്. നേരത്തെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതായത് പെറ്റ്സ് ഉള്ളവർ പിന്നെ കുഞ്ഞു പിള്ളേരുള്ളവർ ലൗഡ് നോയ്സ് കേൾക്കുമ്പം കുറച്ച് കോഷ്യസ് ആയിരിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പേടിച്ചു പോകരുതല്ലോ. ചെറുതായിട്ടൊരു അനക്കമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ വന്നിട്ട് കിടന്നുറങ്ങി. കാരണം ചെറിയ ജലദോഷമൊക്കെ പോലെ ഉണ്ട് കേട്ടോ. അപ്പം കിടന്നുറങ്ങി. എണീറ്റ് അവർ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി 9 മണിയായി. ഫുഡ് കഴിച്ചിട്ട് വരാം. പിന്നെയാണെങ്കിൽ ഇതേ ഇതുപോലത്തെ ബോട്ടിൽസ് അല്ലെങ്കിൽ ഫ്ലാസ്ക് കൊണ്ടുവരണം കേട്ടോ. കാരണം നമുക്കെന്താ പറയുക, വെള്ളം നമുക്ക് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരാം, അവിടെ നിന്ന് നിറച്ചുകൊണ്ട് വരാൻ പറ്റുമേ. അപ്പം നമുക്ക് ഫ്ലാസ്ക് എടുക്കുന്നതാണ് നല്ലത്. ഡെക്ക് നമ്പർ 10ലാണ് മെയിനായിട്ടുള്ള ബൊഫേ റെസ്റ്റോറൻറ്റ്. പല ഡെക്കിലും പല പല റെസ്റ്റോറൻ്റാണ്. ഞാൻ എടുത്തത് ബീഫിൻ്റെ റിബ്സും കോർണിഷ് ഹെന്നാണ്, നമ്മുടെ കാടക്കോഴിയില്ലേ. പിന്നെ ടൊമാറ്റോ പാസ്ത, ഗ്രീൻ ബീൻസ്, കുറച്ച് റൈസ്.
ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാലഡൊക്കെ എടുത്ത് കഴിക്കാം. കുറച്ച് സോസിൽ മുക്കി കഴിച്ചോടാം. നല്ല ടേസ്റ്റാണ്. ഇതാണ്ടോ സാലഡ് ബാറ്. ഇതിനകത്തുനിന്നൊരു സാലഡും കൂടി സെറ്റ് ചെയ്ത് കഴിക്കാം. ഡെസേർട്ടിനുള്ള ഐറ്റംസ് ആട്ടോ. സ്ട്രോബെറി ചീസ് കേക്ക്, നേവൽ ഓറഞ്ച് കേക്ക്, സ്ട്രോബെറി ചീസ് കേക്ക്, മഡ് പുഡിംഗ്. കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ പ്ലേറ്റ് ഇവിടെ വെച്ചാൽ മതി കേട്ടോ. നമുക്കിനി വെള്ളം നിറയ്ക്കാൻ പോകാം. എപ്പോൾ വേണേലും ഐസ്ക്രീം കിട്ടും, പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഉണ്ട്. നമുക്ക് ചെയ്താൽ മതി. വാനില, ചോക്ലേറ്റ്, ഫോണിലുള്ളത്. ഇതുപോലെ വെള്ളം നിറയ്ക്കുന്ന സ്ഥലമുണ്ട്. നമ്മൾ അവിടെ നിന്ന് വെള്ളം എടുക്കുക. എനിക്ക് തണുത്ത വെള്ളം വേണ്ടാത്ത കാരണം കുറച്ച് ഹോട്ട് വാട്ടർ ഒഴിച്ചു, പിന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കണേ. ഇത് ബിയർ റീഫിൽ ചെയ്യുന്ന സെക്ഷനാട്ടോ. 9:30 AM to 9:30 PM വരിക, ബില്ലെടുക്കുക, ബിയർ എടുക്കുക. കാരണം നമുക്ക് ബിയർ ഇല്ലാതെ ഇവിടെയുള്ള ആൾക്കാർക്കാർക്കും ജീവിക്കാൻ പറ്റില്ല. ഇതാണ് നൈറ്റിലൊരു വ്യൂ. രാവിലെ ആകുമ്പോൾ ഇവിടെ മൊത്തം തിരക്കായിരിക്കും. അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട്. നമ്മളങ്ങനെ കസീനോടെ ഉള്ളിൽ കൂടെ കയറിയിട്ടാട്ടോ വരണേ. എൻ്റെ അമ്മ ഇവിടെ കുറേ പൈസ പൊടിയും ആൾക്കാരുടെ. എല്ലായിടത്തും ഇവിടെ ഫോട്ടോ സെഷന് വേണ്ടിയിട്ടുള്ള ബൂത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. You clap too much for that one. Now kids, if you're here, be proud because you know there is people that bring kids to the cruise look like this one. Do we have anyone? Where are the people that bring the kids to the cruise? Make some noise. You see? The sound of pain. Check this out. What is the people that leave the kids at home? You see? They don't like the kids that much. So you better behave, okay? Because if not, they're gonna leave you in the island. And then you're gonna be selling chiclets to try to find your kids. ഷിപ്പിൻ്റെ പല ഭാഗത്തും പല സമയങ്ങളിൽ ഇതുപോലെയുള്ള പല പരിപാടികളുണ്ടാകും. ചിലപ്പം കോമഡി ഷോ ആയിരിക്കും, മാജിക് ഷോ, കൺസേർട്സ്, അല്ലെങ്കിൽ ഗെയിംസ് ആയിരിക്കും. എപ്പോഴും ഫുൾ നൈറ്റ് ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്. DJ പാർട്ടീസായിട്ടും പല ഏജ് ഗ്രൂപ്പിലുള്ളവർക്കായിട്ടും അങ്ങനെ പല പരിപാടികളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിഞ്ഞു. ഇതായിരുന്നു Day 1. ഇനി നമുക്ക് Day 2 വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.